ഹലോ മക്കളെ, നമസ്തേ. A+ ഹിന്ദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേരി ദുനിയാക്കി തമാം ബച്ചെ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ദെൻ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കണ്ടു. ദെൻ വി ആർ ഗോയിങ് ടു സെക്കൻഡ് ചാപ്റ്റർ. കഹാനിയാണ്. ഹമാര ഇസ് ചാപ്റ്റർ കാ നാം ക്യാ ഹേ, വൈറ്റ് ക്യാപ്പ് എന്നാണ്. ഓക്കെ, ശ്രീ ലോകബാബു ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചർ, ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് പിക്ചറിൽ എന്താ കാണുന്നത്? കുറച്ച് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഒരു കുട്ടി അവിടെ ഒറ്റയ്ക്കിരുന്ന് അതൊക്കെ നോക്കുകയാണ് അല്ലേ. അപ്പുറത്തൊരു ബിൽഡിങ്, പണി നടക്കുന്ന ഒരു ബിൽഡിങ്ങും നമുക്ക് കാണാൻ കഴിയും. ദെൻ നെക്സ്റ്റ് പിക്ചറിൽ എന്താ കാണാൻ കഴിയുന്നത്? ആ ചെറിയ കുട്ടി, ഒരു ചെറിയ കുട്ടിയാണ്, അത് അവിടെ ഇരുന്ന കുട്ടിയാണ് കേട്ടോ. ആ കുട്ടി, ഒരു ചെറിയ കുട്ടി ഈ പണി തീരാത്ത ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഈ കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോയാലോ. നയി ബസാഹട്ടോം കെ കാരൺ ഹർ സാൽ ഷഹർ കി ഷക്ല് ബദൽ ജാതി ഹെ. നയി ബസാഹട്ടോം എന്ന് പറഞ്ഞാൽ, ബസാഹട്ട് എന്ന് പറഞ്ഞാൽ താമസ സ്ഥലങ്ങളാണ്. കെ കാരണം ഹർ സാൽ എല്ലാ വർഷവും ഷഹർ കി ഷക്ൽ എന്ന് പറയുന്നത് നഗരത്തിന്റെ മുഖം. ഓക്കെ, ഷഹർ എന്ന് പറഞ്ഞാൽ നഗരമാണ്, ഷക്ൽ മീൻസ് മുഖം. എന്താണ്? ബദൽ ജാതി ഹെ, മാറിക്കൊണ്ടിരിക്കും. നിർമ്മാണധീൻ ഇമാരത്തോം में काम करने वाले मजदूरों का गाँव इतनी दूर था कि वे रोज वहाँ लौट नहीं सकते थे. അപ്പോൾ നിർമ്മാണധീൻ എന്ന് പറയുന്നത് നിർമ്മാണത്തിലിരിക്കുന്ന, ഇമാരത്തോം എന്നാൽ കെട്ടിടങ്ങൾ, മെയിൻ കാം കർണേ വാലെ കെട്ടിടങ്ങളിൽ വർക്ക് ചെയ്യുന്ന, മസ്ദൂറോം കാ ഗാവ് തൊഴിലാളികളുടെ നാട് അല്ലെങ്കിൽ വില്ലേജ്, ഇത്തിനീ ദൂരത ഒരുപാട് ദൂരത്തിലായിരുന്നു. അതുകൊണ്ട് എന്താ? റോസ് വഹാം ലൗട്ട് നെഹീം സക്തേതെ, അതുകൊണ്ട് അവിടെ പോയി വരൽ ഇവർക്ക് എന്താണ്? ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അതിഥി തൊഴിലാളികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരെന്താ ചെയ്യുന്നത്? അവരുടെ നാട്ടിലേക്ക് ഡെയിലി പോയി വരുവാണോ ചെയ്യുന്നത്? അല്ലല്ലേ, കാരണം എന്താ? ഒരുപാട് ദൂരത്തിലാണ്. സോ അവരെന്താ ചെയ്യുന്നത്? ദൈവത്തിൽ പറയുന്നുണ്ട്, ऐसे मजदूर निर्माणाधीन इमारतों के आस पास ही किसी कोने में अपनी गठरियां रखकर चूल्हा सुलगाकर भोजन बनाते आते और रात गुजारते रहते. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത്? ऐसे मजदूर निर्माण के इमारतों के आस पास, അപ്പോൾ ഇത്തരത്തിലുള്ള തൊഴിലാളികളെ നിർമ്മാണത്തിലിരിക്കുന്ന ഇമാരത്തോം കെ ആസ്പാസ് കെട്ടിടങ്ങളുടെ അടുത്തായിട്ട്, കിസി കോണമേ ഏതെങ്കിലും ഒരു കോണിലെ, ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത്, അപ്പിനി ഗട്ടരിയാം രഘുക്കർ അവരുടെ, എന്താണ് ഗട്ടരിയാം എന്ന വേർഡിന്റെ മീനിങ് എന്താ? അവരുടെ കെട്ടുകൾ, അതായത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട്, ചുല്ല സുൽഗാക്കർ അടുപ്പ് കൂട്ടിയിട്ട്, ഭോജൻ ബനാത്തെ അവിടെ എന്തുണ്ടാക്കും? ഫുഡ് ഉണ്ടാക്കും. പിന്നെന്താ? ഗാത്തെ അവർ രാത്ത് ഗുസാർത്തെ രഹത്തെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയും രാത്രി അവിടെ തന്നെ എന്ത് ചെയ്യും? ഗുസാർത്തെ രഹത്തെ എന്ന് പറഞ്ഞാൽ ചെലവഴിക്കുകയും, അതായത് ഉറങ്ങുകയും ചെയ്യും. നമ്മുടെ നാട്ടിലും കണ്ടിട്ടുണ്ടല്ലേ അങ്ങനെ. നമ്മൾ ചെറിയ തമ്പൊക്കെ കെട്ടിയിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്? അവിടെ നിന്നിട്ട് അവിടെ തന്നെ താമസിച്ച് അവിടെ ഫുഡ് കഴിച്ച് അവിടെ തന്നെ ഉറങ്ങുകയും ചെയ്യുന്ന ആൾക്കാരാണ് ആര്? അതിഥി തൊഴിലാളികൾ. ഇനിയും മസ്ദൂർ പരിവാർ കേശവ് കാ ഭീത. അപ്പോൾ ഇനിയും ഈ തൊഴിലാളികളിലെ പരിവാർ, ഒരു ഫാമിലി എന്ന് പറയുന്നത് കേശവ് കാബിത. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റോറിയിലെ നായകന്റെ പേരാണ് കേശവ്. അപ്പോൾ ഈ കേശവിന്റെ കുടുംബവും ഇതിൽ ഉണ്ടായിരുന്നു. കേശവ് 8 साल का छोटा सा नाटा सा सावला सा लड़का था. കേശവ് എന്ന് പറയുന്നത് 8 साल का 8 വയസ്സുള്ള, ചോട്ടാസ ഒരു ചെറിയ, നാട്ടാസ എന്ന് പറഞ്ഞാൽ എന്താ? പൊക്കം കുറഞ്ഞ, എന്താണ്? സാവ്ലാസ എന്ന് പറഞ്ഞാൽ കറുത്ത, ഒരു ഇരുണ്ട നിറമുള്ള ലടുക്കാത കുട്ടിയായിരുന്നു. ഉസ്കെ മാതാപിതാ ബമേത്തറ ജില്ലയ്ക്ക് കിസി ഗാവ് സെ യഹാ പഹുഞ്ചേ തെ. അവന്റെ അച്ഛനും അമ്മയും എന്താണ്? ഈ നാട്ടിലേക്ക്, ബമേത്തറ ജില്ല ഒരു ജില്ലയുണ്ട്, ആ ജില്ലയിൽ നിന്നും ഈ വില്ലേജിലേക്ക് വന്ന ആളുകളാണ്, അതായത് തൊഴിലാളികളാണ് അവന്റെ അച്ഛനും അമ്മയും. ഇപ്പൊ നമ്മൾ ഈ സ്റ്റോറി തുടങ്ങിയ സമയത്ത് ഒരു കുട്ടിയെ നമ്മൾ കണ്ടു അല്ലെ, ആ കെട്ടിടത്തിന്റെ മുകളിൽ അതാണെന്ന് തോന്നുന്നു അല്ലെ, ആ ചെറിയ കുട്ടി. ഓക്കെ, അപ്പോൾ അതാണ് ആര്? നമ്മുടെ കേശവ് എന്ന് പറയുന്നത്. ഇവനാണ് ഈ ഒരു സ്റ്റോറിയിലെ നായകൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാം. ഫെബ്രുവരി മാവ് കെ അന്ത് മേം ജബ് ഗർമി അപ്നെ പാവ് പസാർനെ ലഗി थी. ഫെബ്രുവരി മാസത്തിന്റെ അവസാനം, ജബ് ഗർമി അപ്നെ പാവ് പസാർന, അതായത് ചൂട് കൂടിയപ്പോൾ, നല്ല തീവ്രമായിട്ടുള്ള ചൂട് കൂടിയപ്പോൾ, തീവ്രമായ ചൂട് വന്നപ്പോൾ, തീസരി കക്ഷാക്കി അപ്നി വാർഷിക പരീക്ഷ ദേ ചുക്കിനേക്ക് ബാദ്. അപ്പോൾ ഇവൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിലാണ്. തീസരി എന്ന് പറഞ്ഞാൽ 3ാം ക്ലാസ്സിലാണ്. 3ാം ക്ലാസ്സിൽ തന്റെ വാർഷിക പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കേശവ് അപ്നെ ദാദാജി സേ, കേശവ് തന്റെ ദാദാജി എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദർ ആണ്. ഓക്കെ, മാതാപിതാക്കി പാസ് ഷഹർ ജാനേക്ക് ജിദ് കർ ബൈട്ടാം. ഇവൻ എന്ത് പറഞ്ഞു? ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് ജിദ് കർ ബൈട്ടാം, ഷാഠ്യം പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവരുടെ നാട്ടിലാണ് ആര് പഠിക്കുന്നത്? ഇവൻ്റെ ശരിക്കുള്ള നാട്ടിലാണ് ആര് പഠിക്കുന്നത്? കേശവ് പഠിക്കുന്നത്. പക്ഷേ ഈ കേശവിൻ്റെ അച്ഛനും അമ്മയും ജോലി ചെയ്യാൻ വേണ്ടി വേറൊരു വില്ലേജിലേക്കാണ് പോയിരിക്കുന്നത്. സോ ഇവൻ്റെ ഈ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് ഷാഠ്യം പിടിക്കാൻ തുടങ്ങി. നമ്മൾ അങ്ങനെയല്ലേ, നമ്മൾ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് അച്ഛനും അമ്മയും ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഷാഠ്യം പിടിക്കാൻ തുടങ്ങി, എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഈ വെക്കേഷന് പോകണം. बुढ़ापे में बचा चुका दिमाग जब पोते ने कुतरना शुरू किया तो
हमेशा दादाजी ने उसे बस में बिठाकर यहाँ उसके माता पिता के पास ला छोटा. അപ്പോൾ ബുട്ടാപ്പിയമേ വയസ്സാം കാലത്ത് അതായത് ഓൾഡ് ഏജിൽ ബച്ചാ ചുക്ക ദിമാഗ്, ബച്ചാ ചുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ആ ഒരു ദിമാഗ് എന്ന് പറഞ്ഞാൽ മനസ്സ്, ബ്രെയിൻ എന്നൊക്കെയാണ് മീനിങ്. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, ഇവിടെ എന്താ മീൻ ചെയ്യുന്നത്, ഈ ചെറിയ വാർദ്ധക്യത്തിൽ ഇങ്ങനെ നമസ്തമായ ഈ മുത്തശ്ശൻ്റെ ഈ ഒരു ടൈമിൽ ജബ് എപ്പോഴാണോ തൻ്റെ പോത്തേ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ചൈൽഡ് കുത്തർന ഷുറൂ കിയ, കുത്തർന ഷുറൂ കിയ മീൻസ് അത് കടിച്ചു കീറാൻ തുടങ്ങിയപ്പോൾ, तो हताश उसके दादाजी ने, हताश मीन्स निराशनाയിട്ട് दादाजी എന്ത് ചെയ്തു, उसे बस में बिठाकर അവനെ ബസ്സിൽ यहाँ उसके माता-पिता के पास ला छोड़ा, ഇവിടെ അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. यहाँ आकर केशव दिन भर के लिए परिवार के अस्थायी डरे में अकेले पड़े रहने को मजबूर था. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താണ് കേശവിന്റെ അവസ്ഥ, ഇവിടെ വന്ന സമയത്ത് പരിവാർക്ക് അസ്ഥായി ഡെറേമേയും, പരിവാർ എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ്. അസ്ഥായി ഡെറേ എന്ന് പറഞ്ഞാൽ എന്താണ്, അസ്ഥായി ഡെറേ കുടുംബത്തിന്റെ ഈ താൽക്കാലികമായിട്ടുള്ള ടെന്റിലെ, ഡെറേ എന്ന് പറഞ്ഞാൽ ടെന്റാണ്, അസ്ഥായി താൽക്കാലികമായ ഈ ടെന്റിലെ അക്കേലെ പടേ രഹ്നേക്കോ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് മസ്ബൂർദ നിർബന്ധിതനായി. ആഖിർ കുച്ച് ദിനോ അക്കുലാത്തെ പടേ രഹ്നേക്ക് ബാ, കുറച്ച് ദിവസം ഇങ്ങനെ അക്കുലാത്തെ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥതയോടെ കിടന്നതിന് ശേഷം, അക്കുലാത്തെ മീൻസ് അസ്വസ്ഥതയോടെ, രഹ്നേക്ക് ബാദ് ഇങ്ങനെ അവിടെ കഴിഞ്ഞതിന് ശേഷം കേശവ് ഉസ് ഡെറേസെ ബാഹർ നിക്കല, കേശവ് എന്ത് ചെയ്തു, അവരുടെ ആ ഒരു ഇതിൽ നിന്നും പുറത്ത്, ടെന്റിൽ നിന്നും പുറത്ത് കടന്നു. ആസ് പാസ് കി ദൂസരി കോളനിയോം കെ ഉസ്നെ ചക്കർ ലഗായെ, അവൻ്റെ അടുത്തുള്ള ആ ഒരു ടെന്റിന്റെ അടുത്തുള്ള നിയർ ബൈ ആയി കിടക്കുന്ന കോളനികളിൽ അവൻ എന്ത് ചെയ്തു, ഒന്ന് ചുറ്റിക്കറങ്ങാൻ തീരുമാനിച്ചു. ഫിർ ഏക് കോളനിക്ക് പാസ് ലഡ്കോം കോ ക്രിക്കറ്റ് ഖേൽത്താ ദേഖ്കർ, അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അങ്ങനെ ചുറ്റിക്കറങ്ങുന്ന സമയത്ത് അവൻ എന്ത് കണ്ടു, ഒരു കോളനിയിലെ കുറച്ച് ബോയ്സ് ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടപ്പോൾ ടഹർ ഗയ, അവൻ അവിടെ നിന്നു. വോ ദൂർ ഏക് നീം കെ പേട് കെ നീച്ചെ ഛായാമേ ബൈട്ട് ഗയ, അവൻ എന്ത് ചെയ്തു, കുറച്ച് ദൂരെയായിട്ട് നീം കെ ട്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യവേപ്പിന്റെ മരം ഉണ്ടല്ലോ, അതാണ് ആര്യവേപ്പിന്റെ മരത്തിന്റെ നീം ട്രീയുടെ താഴെ എന്ത് ചെയ്തു, അതിൻ്റെ ആ ഒരു തണലിൽ അവിടെ ഇരുന്നു. ബാക്കി ലടുക്കെ നിഷിഞ്ചിത് ഹോക്കർ ക്രിക്കറ്റ് ഗേൽത്തെ രഹേ, അപ്പോൾ അവിടെയുള്ള ബാക്കിയുള്ള ബോയ്സ്, ക്രിക്കറ്റ് കളിക്കുന്ന ബോയ്സ് നിഷിഞ്ചിത് ഒരു ടെൻഷനും ഇല്ലാതെ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. കേശവ് അബ് റോസ് ദിൻമേം ലഡ്കോം കാ ഖേൽ ദേഖ്നെ ഉദർ ആനയിലേക്ക, അപ്പോൾ ഇത്ര ക്രിക്കറ്റ് കളിക്കുന്നത് അവിടെ കണ്ടപ്പോൾ കേശവ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഡെയിലി അവിടെ വരാൻ തുടങ്ങി. നീം കെ നീച്ചെ ബൈട്ടെ അപ്നാ ഖേൽ ദേഖ് രഹേ കേശവ് കോ ലഡ്കോം നെ കുച്ച് ദിനോ അപ്നെ ഖേൽ മേം തോ ഷാമിൽ നഹീം കിയ, അപ്പോൾ ഈ നീം ട്രീയുടെ അടിയിൽ ഇങ്ങനെ ഇവരുടെ ക്രിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന കേശവിനെ ലഡ്കോം നെ കുച്ച് ദിനോ, ഈ ആ ബോയ്സ് ഉണ്ടല്ലോ അവർ കുറച്ച് ദിവസം അപ്നെ ഖേൽ മേം തോ ഷാമിൽ നഹീം കിയ, എന്ത് ചെയ്തില്ല, ഷാമിൽ നഹീം കിയ എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അനുവദിച്ചില്ല, അതായത് അവനെ കൂട്ടിയില്ല, കളിക്കാൻ അവനെ കൂട്ടിയില്ല. ഓക്കെ, അവനെ കൂട്ടാതെ അവർ സ്വയം കളിച്ചുകൊണ്ടിരുന്നു. നമ്മളിപ്പോൾ നമ്മളെന്തെങ്കിലും പ്ലേ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ചോദിക്കില്ല നീ ഉണ്ടോ എന്ന് ചോദിക്കുമല്ലോ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടോക്കും അവനോട് ചോദിച്ചില്ല, അവനെ കളിക്കാനായിട്ട് ചേർത്തില്ല. മഗർ ഉസെ അപ്പിനെ ഹസി മസാക്ക വിഷയ് ജറൂർ ബനാലിയ, അതിന് പകരം അവരെന്താ ചെയ്തത്, ഹസി മസാക്ക വിഷയ്, ഹസി മസാക്ക് മീൻസ് കളിയാക്കാൻ തുടങ്ങി, ജറൂർ ബൻലിയ, അപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരവനെ കളിയാക്കാൻ തുടങ്ങി. ഖേൽ മേം ഔട്ട് ഹോക്കർ ആയേ ഔർ പഹലെ സെ നീം കെ നീച്ചെ ആക്കർ ബൈറ്റെ ലഡ്കെ ബീച്ച് മേം ഉസ്കി ഗോപ്പടി ഔർ തബല ബജാതെ, അപ്പോൾ ഈ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഔട്ടായിട്ട് വരുന്ന ബോയ്സ് ഉണ്ടല്ലോ, അവർ വന്നിട്ട് എന്ത് ചെയ്യും, ലഡ്കേക്ക് ബീച്ച് മേ ഉസ്കി ഗോപ്പടി എന്ന് പറഞ്ഞാൽ തലയിൽ തബല ബജാതെ, ഈ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ നമ്മളിപ്പോൾ തബല അടിക്കുന്ന പോലെ കൊട്ടുന്ന പോലെ എന്ത് ചെയ്യും ചെയ്യാറുണ്ട്. കബി മസാഖ് മേ സിർ പർ ഹാത്ത് ബി ജമാ ദേത്തെ, അപ്പോൾ ചെറിയ കുട്ടിയാണ്, പൊക്കം കറഞ്ഞ കുട്ടിയാണ്, ഇവിടെ കണ്ടില്ല കളിക്കുന്ന കുട്ടികളൊക്കെ നല്ല പൊക്കമുള്ള കുട്ടികളാണ്. സോ ഇവൻ്റെ തലയിൽ വന്നിട്ട് എന്ത് ചെയ്യും, ഇവരിങ്ങനെ ഡ്രം ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യും, കൊട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, തലയിൽ ഇങ്ങനെ വെറുതെ കൈവച്ചുകൊണ്ട് ഇരിക്കും. കേശവ് മുസ്കുരാത്ത രഹ്ത, അപ്പോൾ ആ സമയത്തൊക്കെ കേശവ് എന്ത് ചെയ്യും, ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ഇരിക്കും. കൊച്ചു ബടയിലെടുക്കെ സഹാനുഭൂതി ജത്താതെ, അപ്പോൾ ആ സമയത്ത് കുറച്ചുകൂടെ വലുതായിട്ടുള്ള ബോയ്സ് എന്ത് ചെയ്യും, ഒരു സഹാനുഭൂതിയോടെ എന്ത് ചെയ്യും, അവർ പറയും, ഒരു മീഡിയം ഹൈറ്റുള്ള ബോയ്സിനോട് പറയും, ഉസ്കി ഗോപ്പടിക്ക് പീച്ചെ മത് പടോ യാർ ദുഃഖ ഹോകാം, അവൻ്റെ തലയിൽ അടിക്കലടാ, അവന് വേദന എടുക്കും എന്ന് പറയാറുണ്ട് ഒരു സഹതാപത്തോടെ. കുച്ചു ദിനോമേം വഹൽ എടുക്കും കെ ഖേൽ ഈ ജറൂറത്ത് ബി ബൻഗയാത, അപ്പോൾ കുറേ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയപ്പോൾ ഈ ബോയ്സിനെ ഇവനെ അത്യാവശ്യമായിട്ട് വന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അത്യാവശ്യം വന്നത്, കിസി ലഡ്കേക്ക് സമയ പർ നാ പഹുഞ്ചനെ പർ വേ കേശവ് കോ ഉസ്കെ ഗർ ബുൽവാനെ ബേച്ചനേലേക്ക്, അപ്പോൾ ആരെങ്കിലും വരാതിരുന്നാൽ, ആരെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരാൻ വൈകി കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ പോയിട്ട് വിളിച്ചു കൊണ്ടുവരാൻ ഒരാൾ ഇവർക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ആരെ യൂസ് ചെയ്തു, നമ്മുടെ കേശവനെ യൂസ് ചെയ്തു. കേശവ് ഉച്ചക്കർ അപ്പിനെ നന്നെ ഹാത്തോം സേ ഉസ് ലഡ്കേക്ക് ഗർക്കി ഊഞ്ചി കോളിംഗ് ബെൽ ബച്ചാത്ത, അപ്പോൾ കേശവിന് യാതൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. കേശവ് ഇങ്ങനെ തുള്ളി എഴുന്നേറ്റ് എന്ത് ചെയ്യും, നന്നെ ഹാത്തോം സേ, ചെറിയ കുട്ടിയാണല്ലേ, സോ ചെറിയ കുഞ്ഞ് കൈ കൊണ്ട് ആ ആബ്സെൻ്റ് ആയ കുട്ടികളുടെ വീട്ടിൽ പോയിട്ട് കോളിംഗ് ബെൽ ബച്ചാത്ത, കോളിംഗ് ബെൽ അടിക്കും.
ലഡുക്ക ഖുദ് പ്രകട ഹുവാ തോ ടീക്. അപ്പോൾ അങ്ങനെ കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് എന്തായാലും ആരെങ്കിലും വരും. അപ്പോൾ ലഡുക്ക ഈ ആബ്സെന്റ് ആയ കുട്ടി നേരിട്ട് വരുവാണെങ്കിൽ ഓക്കെ, അവരെന്ത് ചെയ്യും, നേരെ കളിക്കാനായിട്ട് വരും. യദി ഉസ്കെ ഗർവാലെ നിക്കൽ ആത്തേതോ, പക്ഷേ അവരുടെ വീട്ടുകാരാണ് വരുന്നതെങ്കിൽ കേശവ് കോ ദേഖ്കർ അപ്നെ ലഡ്കെ കോ ഖേൽന ന ബേച്നെ കാ ഉൻകാ ഇറാദ ഔർ പക്ക ഹോ ജാത്ത. അപ്പോൾ ഇവനെ കാണുന്ന സമയത്ത് ഇവരുടെ മനസ്സിൽ നല്ല ദേഷ്യം വരും. അപ്പോൾ കുട്ടികളെ വിടില്ല എന്നുള്ള ശാഠ്യം ഈ പാരൻസിൻ്റെ മനസ്സിലേക്ക് വരും. എന്തായിരിക്കും കാരണം ഇവൻ എന്താണ്, ഒരു അതിഥി തൊഴിലാളിയുടെ കുട്ടിയാണ്. അപ്പോൾ ഇവൻ്റെ വേഷത്തിലും അവൻ്റെ സംസാരത്തിലൊക്കെ അതവർക്ക് കാണാൻ കഴിയും അല്ലെ. ചില ആളുകൾ അങ്ങനെയുള്ള കുട്ടികളുടെ കൂടെ അവരുടെ കുട്ടികളെ എന്ത് ചെയ്യാറില്ല, കളിക്കാൻ വിടാറില്ല. അപ്പോൾ അത്തരത്തിലാണ് ഈ പാരൻസ് ഇവനെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, ഈ കുട്ടികളെ കളിക്കാൻ വിടാറില്ല. അവരെന്താ പറയുക, ഗുല്ലു ആജ് ഖേൽനെ നഹി ജായേഗ. ഗുല്ലു എന്നാണ് ഇപ്പോൾ വിളിക്കാൻ പോയ കുട്ടിയുടെ പേര്. ആ കുട്ടി എന്ന് പറയും, ഇന്ന് കളിക്കാൻ വരില്ല. പടായി കരേക, അവൻ പഠിക്കാൻ പോവും. തും ഭാഗോ യഹാംസെ, നീ ഇവിടുന്ന് പോയിക്കോളൂ. അപ്പോൾ ഇവൻ എന്താ ചോദിക്കുക, ആൻറ്റി ഉസ്കെ ദോസ്ത് ബുലാ രഹേ ഹൈം. ആൻറ്റി അവൻ്റെ ഫ്രണ്ട്സ് അവനെ വിളിക്കുന്നുണ്ട് അല്ല. അവരാണ് എന്ത് ചെയ്തത്, ഇവിടത്തേക്ക് പറഞ്ഞയച്ചത്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് അവനെ വിളിക്കുന്നുണ്ട്. കേശവ് മാസൂമിയത് സെ കഹത്ത, കേശവ് ഇങ്ങനെ നിഷ്കളങ്കമായിട്ട് പറയും. തുംകെ ഭാഗ്നെ ബോലാ ഹേ, എന്താണ്, നിന്നോടല്ലേ ഞാൻ ഇവിടുന്ന് പോകാൻ പറഞ്ഞത്. ഫിർബി ഗഡേ ഹോ, എന്നിട്ട് ഇവിടെ നിൽക്കുവാണോ. ലഗാവു ക്യാ ദോ ചാപ്പട്ട്, 2 അടി വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് അവരെന്ത് ചെയ്യും, ഇവനോട് പറയും. തബ് ഖിലാഡി കി കമി കി പൂർത്തി കേശവ് സെ കി ജാതി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തബ് ഖിലാഡി കി കമി കി പൂർത്തി കേശവ് സെ കി ജാതി. പിന്നീട് ഒരു കളിക്കാരൻ, ഖിലാഡി എന്ന് പറഞ്ഞാൽ കളിക്കാരൻ ഇല്ലാത്തതിൻ്റെ കമ്മി കേശവ് പൂർത്തീകരിക്കും. എങ്ങനെയാണ്, മഗർ ദൂർ ഇമാരത്തോം സെ ഷാഡിയോം സെ ഗന്ദി നാലി സെ ബോൾ ലാനെ കാ ജിമ്മ കേശവ് കാ ഹി ഹോത്ത. മഗർ ദൂർ ഇമാരത്തോം സെ, ഏതെങ്കിലും വലിയ കെട്ടിടത്തിൽ ഇവരുടെ ബോള് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറ്റിക്കാടുകളിൽ നിന്ന്, അല്ലെങ്കിൽ വൃത്തിഹീനമായ അഴുക്ക് ചാലുകളിൽ നിന്ന്, ജാഡിയോം കുറ്റിക്കാടുകളാണ്, ഗന്ദി നാലി അഴുക്ക് ചാലുകളിൽ നിന്ന്, ബോൾ ലാനേക്കാ ജിമ്മദാരി, ബോൾ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം കേശവ് കാ ഹി ഹോത്ത, കേശവിൻ്റേത് മാത്രമായിരുന്നു. ചാഹി വഹ് ദോനോ ടീമോ മേം കിസി കാ ഭി ഹിസ്സാ ഹോ, ഏത് ടീമിലെ അംഗമാണെങ്കിലും പലപ്പോഴും പന്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കൊണ്ടുവരേണ്ട ഒരു ചുമതല എന്ന് പറയുന്നത് അവൻ്റേതായിരുന്നു. കൈ ബാർ ഉൻകി ബോൾ കിസി ഗൂംഖാർ ദമ്പതിക്ക് അഹാത്തേമേ ചലി ജാതി. പലതവണ അവരുടെ ആ ഒരു ബോള് ഇങ്ങനെ കളിക്കുന്നത് ഇഷ്ടമില്ലാത്ത ക്രൂര ദമ്പതികളുടെ കോമ്പൗണ്ടിലേക്ക് പലപ്പോഴും പോകാറുണ്ടായിരുന്നു. ഗൂംഖാർ ദമ്പതി എന്ന് പറഞ്ഞാൽ ക്രൂര ദമ്പതികൾ, അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ണുരുട്ടി കാണിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ, അവരുടെ വീട്ടിലേക്ക് പോയാൽ ബോൾ തരാതിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയാണ് ഇവിടെ ഗൂംഖാർ ദമ്പതി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് ബോൾ പോയിട്ടുണ്ടായിരുന്നു. ജിനേം ലഡ്കോം കാ ഇതർ ഖേൽനാഹി പസന്ത് നഹീന്ത, അപ്പോൾ ബോയ്സ് അവിടെ കളിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ലായിരുന്നു. ബഡേ ലഡ്കോം കോ വഹാം ബോൾ മാംഗനെ ജാനെ പർ അപമാനിത് ഹോനെ അവർ ബോൾ സെ ഹാത്ത് ദോ ബൈഠ്നെ കാ ഡർ രഹ്താ താ. അപ്പോൾ ഈ ആൺകുട്ടികൾ, വലിയ കുട്ടികൾ അവിടെ പോയി കഴിഞ്ഞാൽ അവർ അപമാനിക്കപ്പെടുമെന്നും പന്ത് ചോദിക്കാൻ പോയാൽ പന്ത് നഷ്ടപ്പെടുമെന്നും അവർ ഭയപ്പെട്ടിരുന്നു. ചിലപ്പോൾ ഈ പന്ത് ഇവരുടെ കോമ്പൗണ്ടിലേക്ക് പോയ സമയത്ത് ഇവർ കണ്ടിട്ടുണ്ടാവില്ല പന്ത്. ഈ ദമ്പതികൾ ചിലപ്പോൾ മേ ബി അവരുടെ കോമ്പൗണ്ടിൽ വന്ന് വീണത് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് എടുക്കാൻ പോകുന്ന സമയത്ത് എന്തായാലും ഇവരെ കാണും. അപ്പോൾ ആ സമയത്ത് ഇവരെ അപമാനിക്കുമെന്നും അതേപോലെ ഇവരുടെ ആ പന്ത് എവിടെയെന്ന് ചോദിച്ചിട്ട് പന്ത് നഷ്ടപ്പെടുമെന്നും ഇവർക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഓക്കെ, इसलिए वे कुछ देर रुककर चुपके से केशव को उनको अहाते के अंदर उतारते. അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യും, അവർ കുറച്ച് നേരം ഇങ്ങനെ കാത്തിരുന്ന് രഹസ്യമായിട്ട് കേശവിനെ അവരുടെ കോമ്പൗണ്ടിലേക്ക് കൊണ്ടുപോകും. കാരണം എന്താ, ഈ കേശവ് എന്ന് പറയുന്ന ഇവരെക്കാളൊക്കെ ചെറിയ കുട്ടിയാണ്, മെലിഞ്ഞിട്ടുമാണ്, ഹൈറ്റ് കുറവാണ്. അവനെ എന്ത് ചെയ്യും, പറഞ്ഞു വിടും. അഥവാ ഇനി അവൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനല്ലേ ചീത്ത കേൾക്കാൻ പോകുന്നത് എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, ഇവർ പറഞ്ഞു വിടും. ഇവർ ബോധേടല്ല അവനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്, ഇവനെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടും. കേശവ് ബന്ദർ കി തരഹ് ബോൾ കോൺ ടൂൺത് കർ ബാഹർ ഉച്ചാൽ ദേത്താ ഔർ ലഡ്കെ കേശവ് കോ വാപ്പസ് അഹാത്തേക്ക് ബാഹർ ഖീഞ്ച് ലേത്ത. അപ്പോൾ കേശവ് എന്ത് ചെയ്യും, കുരങ്ങന്മാരെ പോലെ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് എന്ത് ചെയ്യും, ബാഹർ ഉച്ചാൽ ദേത്ത, ബോൾ പുറത്തേക്ക് ഇടും. പിന്നെ അവരെന്ത് ചെയ്യും, വാപ്പസ് അഹാത്തെ ബാഹർ ഖീഞ്ച് ലേത്ത, കേശവൻ എന്ത് ചെയ്യും, പുറത്തേക്ക് വലിച്ച് എടുക്കും. खेल के ज़्यादातर समय കേശവ് കിനാരെ ബൈഠ ബാക്കി ലഡ്കോം കോ ഖേൽത്താ ദേഖ്താ രഹ്താ. ഈ കളിക്കുന്നതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ടൈമും നമ്മുടെ ഈ കേശവ് എന്താ ചെയ്യുന്നത്, അവർ കളിക്കുന്നത് നോക്കി അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, കൂടുതലും അവൻ എന്ത് വർക്കാണ് വരുന്നത്, ഇവർ ബോൾ എവിടേക്കെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് പോയി എടുത്ത് കൊണ്ടുവരിക എന്നത് മാത്രമായിരുന്നു ഇവൻ്റെ പണി. കോയി ബി ടീം ഉസേ അപ്നി തരഫ് ഗിലാനേക്കോ തയ്യാർ നെയ്യും ഹോത്തി തീ. അപ്പോൾ ഒരു ടീമും ഇവനെ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ഇവരുടെ ടീമിലേക്ക് കളിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. കൈ ബാർ കേശവിനെ അപ്നെ മാതാപിതാസെ ഉസ്കെ ലിയേ ബി ബല്ല ഔർ ബോൾ ഗരീദ് ദേനേക ആഗ്രഹ കിയാത. പലതവണ കേശവ് അദ്ദേഹത്തിൻ്റെ അച്ഛനോടും അമ്മയോടും ബല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റാണ് കേട്ടോ, അവർ ബോളും ഗരീദ് ദേനേക വാങ്ങിച്ചു തരാൻ ആഗ്രഹ കിയാത, ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഗർ മാതാപിതാനെ ഉസേ ഡപ്പട്ട് ദിയാദ. പക്ഷേ അച്ഛനും അമ്മയും എന്താ ചെയ്തത്, അവനെ ശാസിക്കുകയാണ് ചെയ്തത്. ജബ് തോ അച്ഛേ നമ്പർ സെ 5വീं പാസ് കർ ലോകെ തോ ഏക് ബോൾ ഗരീദ് ഹി ദേങ്ക. അപ്പോൾ അവരിങ്ങനെ പറയുമായിരുന്നു, പക്ഷേ എപ്പോഴാണോ നീ 5ാം ക്ലാസ് നല്ല മാർക്കോട് കൂടി പാസ്സാവുന്നത്, തോ ആ സമയത്ത് ഏക് ബോൾ ഗരീദ് ഹി ദേങ്കെ, അപ്പോൾ നിനക്ക് എന്ത് ചെയ്യാം, ഒരു ബോൾ വാങ്ങിച്ചു തരാം. അപ്പോൾ അവൻ ചോദിക്കും, അവർ ബല്ല ബോൾ മാത്രമേ ഉള്ളൂ, ബാറ്റില്ലേ.
ഉസ്കെ ബാരെ മേ ബി തബ് സോച്ചെങ്കിൽ. അപ്പോൾ അച്ഛനും അമ്മയും എന്താ പറയുക, അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് ചിന്തിക്കാം, ആദ്യം നീ നല്ല മാർക്ക് വാങ്ങിക്കുക. ബേച്ചാർ കേശവ് ദിൻകി രുവാസ പടാരഹത്ത. അപ്പോൾ ബേച്ചാർ കേശവ് എന്ന് പറഞ്ഞാൽ പാവം കേശവ് ദിവസം മുഴുവൻ എന്ത് ചെയ്യും, രുവാസ രഹത്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കരഞ്ഞ മുഖത്തോട് കൂടിയിട്ട് നടക്കും. മഗർ രാത് കോ സപ്നേമേം വഹ് അപ്നെ കോ അക്സർ ക്രിക്കറ്റ് ഖേൽത്താ ദേഖാ കർത്താ. പക്ഷേ രാത്രിയിൽ അവൻ്റെ പരിപാടി എന്താ, രാത്രിയിൽ അവന് പലപ്പോഴും സ്വപ്നങ്ങളിലെ ക്രിക്കറ്റ് കളിക്കുന്നത് കാണാറുണ്ടായിരുന്നു. ഉസ്കെ ഹാത്തോ മേം നയാ ബല്ല ഔർ സിർ പർ ജഗ് വൈറ്റ് ക്യാപ് ഹോത്തി. അപ്പോൾ അവന് നോർമൽ ക്രിക്കറ്റ് കളിക്കുന്നതല്ല കാണാറുള്ളത്, പകരം എന്താണ്, കൈകളിൽ ബല്ല, പുതിയ ബാറ്റും തലയിൽ ഒരു വെളുത്ത തൊപ്പിയും ഉണ്ടാകും. അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് തന്നെ, വൈറ്റ് ക്യാപ്. ഓക്കെ, അപ്പോൾ അത് ഉള്ള ആ രീതിയിലാണ് അവൻ എന്ത് ചെയ്യാറുള്ളത്, സ്വപ്നങ്ങൾ കാണാറുള്ളത്. ടാങ്കോം പർ ശാന്താർ മോട്ടെ പാഡ് കസേ ഹോത്തെ. പിന്നെ അവൻ്റെ ടാങ്കോ എന്ന് പറഞ്ഞാൽ കാലുകളിൽ അവൻ എന്താ ചെയ്തിരിക്കുന്നത്, കട്ടിയുള്ള പാഡുകൾ കിട്ടിയിരിക്കും. നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവല്ലോ. ഓക്കെ, അവരുടെ വേഷം ഇങ്ങനെയാണ്. സോ അവൻ അതൊക്കെ ജസ്റ്റ് ഇമാജിൻ ചെയ്തിട്ടാണ് കിടക്കല്. മോട്ടെ മേണ്ടയ്ക്ക് തരഹ് ദിക്കാത്തെ അപ്പിനെ ഉസ് രൂപ കി കൽപ്പന പർ വോ മൻ ഹി മൻ മുസ്കുരാത്ത. മോട്ടെ മേണ്ടക്ക് എന്ന് പറഞ്ഞാൽ തടിച്ച തവളയെ പോലെയുള്ള അവൻ്റെ ഈ ഒരു രൂപം ജസ്റ്റ് സങ്കല്പിച്ച്, കൽപ്പന പർ എന്ന് പറഞ്ഞാൽ സങ്കല്പിച്ച്, വഹ് മൻ ഹി മൻ മുസ്കുരാത്ത, അവൻ എപ്പോഴും മനസ്സ് തുറന്ന് ചിരിക്കുമായിരുന്നു. ഉസരെ ലड़के चकित हो उसे खेलता देखते रहते और वह धनादन रन पर रन बना रहा होता. അപ്പോൾ ഇവൻ്റെ ഈ ഒരു കളി കണ്ടിട്ട് മറ്റുള്ള ആൺകുട്ടികളെ അത്ഭുതത്തോടെ നോക്കും. ഇതൊക്കെ ഇവൻ സ്വപ്നം കാണുന്നതാണ് കേട്ടോ. എന്നിട്ട് ഒന്നിനു പുറകെ ഒന്നായി റൺസ് നേടിക്കൊണ്ടേയിരിക്കും ഇവൻ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവർ അത്ഭുതപ്പെടാറുണ്ട്. ഏ ചക്ക ഏ ചൗക്ക നെഹി നെഹി നോട്ട് ഔട്ട് ഹോം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അവൻ സ്വപ്നം കാണുന്നത്, 6 ചക്ക എന്ന് പറഞ്ഞാൽ 6 കേട്ടോ, ചൗക്ക എന്ന് പറഞ്ഞാലോ 4. ഓക്കെ, അപ്പോൾ 6 അതായത് 6. ഓക്കെ, 6 പിന്നെ 4, ഇല്ല ഞാൻ പുറത്തല്ല എന്ന് അവനിങ്ങനെ ഉറക്കത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അവൻ ചിലപ്പോൾ അതേപോലെ എന്ത് ചെയ്യും, വഹ് ബഡ്ബഡാത്തെ ഹുയെ കബി കബി ഉട് ബൈട്ടാത്തോ ഉസേ മാതാപിതാക്കി ടാണ്ട് ബി ഗാനിപ്പെടുത്തി. ചില സമയത്ത് അവനിങ്ങനെ പിറുപിറുത്തോണ്ട് ഇങ്ങനെ എഴുന്നേറ്റിരിക്കും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് അവൻ്റെ മാതാപിതാക്കളിൽ നിന്ന് നല്ല ചീത്തയും കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട്. ദെൻ ഇതർ കോളനിക്കെ ലഡ്കോം ഹോളി കെ നാം സേ മൊഹല്ലേമേം ചന്ത കിയ. ഇവിടെ കോളനിയിലെ ആൺകുട്ടികൾ ഹോളിയുടെ പേരിൽ സംഭാവനകൾ ശേഖരിച്ചു. കോളനിക്കിലെടുക്കാം, കോളനിയിലെ ബോയ്സ് ഹോളി കെ നാം പർ, ഹോളിയുടെ പേരിൽ മൊഹല്ലേമേം ചന്ത കിയ മീൻസ് സംഭാവനകൾ ശേഖരിച്ചു. കുച്ച് അപ്നാബി ജോഡ, അവർ സ്വയം സംഭാവനകളും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഷഹർ ജാക്കർ ജമാ ചന്ദേസെ നൈ ക്രിക്കറ്റ് സാമഗ്രി കെ സാത്ത് ഏക് ഷീൽഡ് ബി ഖരീദിലി. എന്നിട്ട് അവർ ഈ കിട്ടിയ ക്യാഷ് കൊണ്ട് അവരെന്താ ചെയ്തത്, നഗരത്തിൽ പോയിട്ട് ശേഖരിച്ച സംഭാവനകളിൽ നിന്ന് ഒരു ഷീൽഡും ഒരു പുതിയ ക്രിക്കറ്റ് ഉപകരണങ്ങളും വാങ്ങി. 4 दिनों तक चलने वाले उनके इस टेस्ट मैच में जीतने वाली एक टीम का उस शील्ड पर कब्जा होना तय था. അപ്പോൾ 4 ദിവസം നീണ്ടു നിൽക്കുന്ന അവരുടെ ഈ ടെസ്റ്റ് മത്സരത്തിൽ വിജയിക്കുന്ന ടീമിന് ഈ ഷീൽഡ് ലഭിക്കുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ അത് വാങ്ങിച്ചത്. ലड़के 2 टीमों में बांटे और कुछ दिनों അഭ്യാസ് ബി കർത്തേ രഹത്തെ. അപ്പോൾ ഈ ബോയ്സ് എന്ത് ചെയ്തു, ഇവരെല്ലാവരും 2 ടീമുകളായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, പ്രാക്ടീസും ചെയ്തു. ഫിർ അപ്നി ടീം കോ ജിതാനെ കെ ലിയെ മൈതാൻ മേം ഉത്തർ ഗയേ. എന്നിട്ട് തൻ്റെ ടീമുകളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ മൈതാനത്തിലേക്ക് പോയി. കേശവ് കോ കിസി ബി ടീം മേം ജഗഹ് നഹി മിലി. കേശവിന് ഒരു ടീമിലും സ്ഥലം കിട്ടിയില്ല, അവൻ ഒരു ടീമിലും എടുത്തില്ല. കുറച്ച് സമയത്ത് ഖേൽ അച്ഛാ ചൽത്താ രഹ. കുറച്ച് സമയം നല്ല രീതിയിൽ എന്ത് ചെയ്തു, ആ ഒരു കളി പോയിക്കൊണ്ടിരുന്നു. ഫിർ ഏക് അല്ലോബാജ്നെ ഏസാ ചക്ക മാര കി സബ് ഹക്ക ബക്ക രഹ് ഗയി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ബാറ്റ്സ്മാന് 6 അടിച്ചു. അപ്പോൾ എല്ലാവരും നിശബ്ദരായി, ഒന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ. കാരണം എന്താ, ബോൾ പാസ് കി നിർമ്മാണതീൻ ഏക് 3 മൻസില ഇമാരത് കി ഛത്ത് പർ ചലി ഗയി. അവരുടെ ബോൾ എങ്ങോട്ട് പോയി, നിർമ്മാണത്തിലിരിക്കുന്ന ഒരു 3 നിലയുള്ള ഒരു ബിൽഡിങ്ങിന്റെ ഛത്ത് പർ, ആ ഒരു റൂഫിന്റെ ഏറ്റവും മുകളിലേക്ക് പോയി. ലഡ്കോं के पास नई वह इकलौती बॉल दी और इमारत के पीछे भी हिलती चाली से चढ़कर छत तक जाना उनके लिए मुश्किल काम था. അപ്പോൾ ബോയ്സിന്റെ കൈവശം ഒരു പുതിയ പന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കെട്ടിടത്തിന് പിന്നിലെ ചലിക്കുന്ന ഗോവണി കയറി മേൽക്കൂരയിലെത്തുക എന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഖേൽ രുക്കുകയ, അവരുടെ കളി അവിടെ സ്റ്റോപ്പായി. അവർ ഏക ദൂസരേക്കോ കോസ്തേ. എന്നിട്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഓരോരുത്തരെ ഇങ്ങനെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങി. നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഗാലി ദേത്തെ നീംകെ നീച്ചെ ആക്കർ ഗഡേ ഹോഗയ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു, എല്ലാവരും ആ വേപ്പ് മരത്തിന്റെ അടിയിൽ വന്ന് നിന്ന് തമ്മിൽ ഇങ്ങനെ ചീത്ത പറയാൻ തുടങ്ങി. ഒരാൾ പറയണേ, 10 बार कहा कि यहाँ से कहीं और जाकर इस मैच को खेलते हैं मगर तुम लोग मानो नहीं अब लो. അപ്പോൾ ഒരാൾ എന്താ പറയുന്നത്, ഞാൻ നിങ്ങളോട് 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് മറ്റെവിടെയെങ്കിലും പോയി കളിക്കാമെന്ന്, പക്ഷെ നിങ്ങൾ കേട്ടില്ല, ഇപ്പോൾ നിങ്ങളെല്ലാവരും അനുഭവിക്കുക എന്നൊരാൾ പറഞ്ഞു. വേറൊരാൾ പറയുന്നത് എന്താണ്, സബ് ഈസ് മനോജ് കി ഗൽത്തി ഹെ. എല്ലാം ഈ മനോജിന്റെ തെറ്റാണ്. ജിസ്നെ ഇതിനി ജോർ സെ ബിൽഡിംഗ് കി തരഫ് മാറാത. ഇവനാണ് എന്ത് ചെയ്തത്, ഇത്ര ശക്തമായി പന്ത് ഇതിന്റെ മുകളിലേക്ക് എറിഞ്ഞത്. അപ്പോൾ വഹി ജാക്കർ ബോൾ ആയ യാ ഫിർ അപ്പിനെ പൈസോം സെ നയാ ഗരീദോ. അതുകൊണ്ട് ഇവൻ പോയിട്ട് ആ ബോൾ അവിടെ നിന്ന് എടുക്കട്ടെ, അല്ലെങ്കിൽ എന്ത് ചെയ്യട്ടെ, ഇവൻ പുതിയതൊരെണ്ണം അവന്റെ ക്യാഷ് കൊണ്ട് വാങ്ങട്ടെ. ആജ് കാ ദിൻ തോ ഖരാബ് ഹോ
ഗരാപ്പോ ഹി ഗയ സംശോ. എന്താണ് ഇന്നത്തെ ദിവസം പോയി, ഇന്നത്തെ എൻ്റെ ദിവസം പോയി, നന്നായി എന്ന് വേറൊരു കുട്ടി പറയും. ഒരാൾ പറയുന്നത് മുജേ ക്യാ പത്താതാ. അപ്പോൾ മനോജ് പറയുന്നത് എനിക്കെന്തറിയാം കി ബോൾ ഇത്തിനി ജ്യാദാ ഉച്ചൽ ജായേഗി. അപ്പോൾ ഇവരെന്താ പറയുന്നത്, അന്ന് ഇത്രയും ഉയരത്തിൽ കുതിക്കുമെന്ന് എനിക്കെങ്ങനെ അറിയാം. തും ലോകോനെ യദി യഹീം സാമനെ റോക്ക് ലീ ഹോത്തി തോ വഹ് പീച്ചെ ജാത്തി ഹി ക്യോം കംസോറി തുമാരി ഹി ഹേ. അപ്പോൾ ആ കുട്ടി എന്താ പറയുന്നത്, നിങ്ങളത് മുന്നിൽ നിർത്തിയിരുന്നെങ്കിൽ അത് എന്തിനാണ് പിന്നോട്ട് പോയത്, അത് നിങ്ങളുടെ തെറ്റാണ്. അപ്പോൾ ആദാ ദിൻ ബച്ചാ ഹേ അവർ പാസ്മേ കോയി ദുക്കാൻ ബി നെഹീം ഹേ. അപ്പോൾ വേറൊരു കുട്ടി പറയണേ, ഏതായാലും ഒരു ഉച്ചയായി, അര ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ ഉച്ചയായി, അടുത്തെങ്ങും ഒരു കടയും ഇല്ല. ആദാ ദിൻ എന്ന് പറഞ്ഞാൽ പകുതി ദിവസം, അതായത് ഉച്ചയുടെ ടൈമായി എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. സബിയിലെടുക്കെ ബുൻബുനാത്തെ ഹുയെ നീം കി ചായാമേം ഹി നിരാശ് ബൈട്ട് ഗയതെ. 3 പേരും എല്ലാ ബോയ്സും ഇങ്ങനെ ബുൻബുനാത്തെ ഇങ്ങനെ തമ്മിൽ ബ്ലെയിം ചെയ്തുകൊണ്ട് പിറുപിറുത്ത് ആ വേപ്പുമരത്തിന്റെ താഴെ ഇരിക്കുകയായിരുന്നു. അച്ചാനക് നിരാശ് ലഡ്കോം കെ ബീച്ച് ഉൻകി ബോൾ ആക്കർ ഗിരി. അപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഈ ബോയ്സിന്റെ മുന്നിലേക്ക് ആ ബോൾ വീണു. ചക്രായി ചകിത് ലഡ്കോമിനെ ദേക്കാം. അവർ ചക്രായി ചകിത് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ട് ആ ബോയ്സ് നോക്കി. ഈ ഉസ് ഇമാരത് കി ഛത് പർ കേശവ് മുസ്കുറാത്ത ഹുവ ഗഡാദ. അപ്പോൾ അവിടെ നമ്മുടെ കേശവ് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവർ വഹാംസെ ഹാത്ത് ഹിലാരഹാദ. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ കൈ ആട്ടി, ഹിലാരഹ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈ വീശി കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് ഞാനാണ് ഇത് എറിഞ്ഞു തന്നത് എന്ന് കൈ വീശി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എടുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.